കഴിഞ്ഞ ദിവസം ധനകാര്യ വകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ നിയമസഭയിൽ ഒരു തവളപത്രം വായിച്ചു. അതിൽ പറയുന്ന പ്രകാരം കേരളം 57.5 ലക്ഷം കോടി രൂപ കടത്തിലാണെന്നുള്ളതാണ്. ഇതൊരു ഭീമമായ സംഖ്യയാണ്. വളരെ നിസ്സാരമായിട്ടാണ് ഒരുപക്ഷെ അത് അവതരിപ്പിച്ചതും ചർച്ച ചെയ്യപ്പെട്ടതും എങ്കിൽ തന്നെയും വളരെയേറെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. ഈ കടം എന്ന് തീർക്കാൻ കഴിയുമെന്ന് ചോദിച്ചാൽ അതിന് മറുപടി ആർക്കും കഴിയില്ല, പറയാൻ ആർക്കും കഴിയില്ല. അത്രത്തോളം വലുതാണ് ഈ കടം. ആ കടത്തോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ തവളപത്രത്തിൽ പറയുന്ന ചില പല കാര്യങ്ങളിലും ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതിലൊന്ന് അദ്ദേഹം എടുത്തു പറയുന്നത് കേരളത്തിലെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശമ്പളവും പെൻഷനുമായി ബന്ധപ്പെട്ട് റവന്യൂ വരുമാനത്തിന്റെ 77.5% നൽകേണ്ടി വരുന്നു എന്നാണ്. ഇത് വായിച്ചപ്പോൾ കുറെ വർഷങ്ങൾക്ക് മുമ്പ് പ്രമുഖ ചിന്തകനും ഒരു കാലഘട്ടത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു വിപ്ലവ പ്രസ്ഥാനത്തിന്റെ അനിഷേധ്യ നേതാവുമായിരുന്ന ശ്രീ വേണു എഴുതിയ ഒരു ലേഖനത്തിൽ അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. കേരളത്തിന്റെ ദുരന്തം എന്ന് പറയുന്നത് കേരളത്തിലെ 6 ലക്ഷം വരുന്ന സർക്കാർ ജീവനക്കാരെന്നാണ്. അതിനെ അടിവരയിടുന്ന കാര്യമാണ് ഇപ്പോൾ തവളപത്രത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ വിശദമായ കാര്യത്തിലേക്ക് കടക്കുന്നില്ല, കാരണം ആ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ വലിയ നഷ്ടത്തിൽ പോകുന്ന ചില പൊതുമേഖലാ സ്ഥാപനങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ പ്രൈവറ്റ് കമ്പനികൾക്ക് വിൽക്കുകയോ പാട്ടത്തിന് കൊടുക്കുകയോ അതല്ലെങ്കിൽ ആ നഷ്ടം നികത്തുന്നതിനുള്ള ബദൽ നടപടി എന്തെങ്കിലും സ്വീകരിക്കാൻ കഴിയുമോ എന്നാണ് ആലോചിക്കുന്നത്. അതിൽ ഗതാഗത വകുപ്പുണ്ട്, വൈദ്യുതി വകുപ്പുണ്ട്, അതുപോലുള്ള ചില പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ട്. ആ പൊതുമേഖലാ പല പൊതുമേഖലാ സ്ഥാപനങ്ങളും കേരളത്തിലെ 130ഓളം വരുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ബഹുഭൂരിപക്ഷവും നഷ്ടത്തിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. വൈദ്യുതി ബോർഡ് മുമ്പ് ലാഭകരമായിട്ടാണ് നടത്തിക്കൊണ്ടിരുന്നത്. അന്ന് വൈദ്യുതി ബോർഡും വൈദ്യുതിയും ഗതാഗത വകുപ്പും ഒരു മന്ത്രിയുടെ കീഴിലായിരുന്നു. ശ്രീ എം.എൻ. ഗോവിന്ദൻ നായർ ഗതാഗത വൈദ്യുതി മന്ത്രിയായിരുന്ന കാലഘട്ടം വരെ ഒരു മന്ത്രിയുടെ കീഴിലായിരുന്നു. അതായത് അന്നെല്ലാം ഗതാഗത വകുപ്പിൽ നിന്ന് ഉള്ള നഷ്ടം വൈദ്യുതി വകുപ്പിൽ നിന്ന് ലഭിക്കുന്ന ലാഭം കൊണ്ട് നികത്തുന്ന ഒരു പതിവുണ്ടായിരുന്നു. ഇപ്പോൾ 2 പൊതുമേഖലാ സ്ഥാപനങ്ങൾ നഷ്ടത്തിലാണ്. കേരള റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനെ കുറിച്ചുള്ള ആക്ഷേപം പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്നതാണ്. സുതാര്യമില്ലായ്മ, കൊടും കാര്യസ്ഥത, അഴിമതി, അതുപോലെ തന്നെ പർച്ചേസുകളിലും മറ്റും നടക്കുന്ന അഴിമതികൾ. മുമ്പ് KSRTCയുടെ ടിക്കറ്റുകൾ പുറത്തു പോലും അടിച്ച് രഹസ്യമായിട്ട് വ്യാജമായി നിർമ്മിച്ച് വിതരണം ചെയ്തിട്ടുണ്ടെന്നുള്ള ആക്ഷേപമുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവിടെ നിന്ന് കണ്ടക്ട് ചെയ്ത ബസ്സുകളിൽ ലേലം ചെയ്യുന്നതിൽ നടക്കുന്ന ക്രമക്കേടുകൾ, ബസ്സിലേക്ക് ആവശ്യമുള്ള സ്പെയർ പാർട്സുകൾ വാങ്ങുന്നതിനുള്ള ക്രമക്കേടുകൾ, അതുപോലെ തന്നെ ബസിന്റെ ചേസസ് വാങ്ങുമ്പോൾ കിട്ടുന്ന നിയമപരമായ കമ്മീഷനുകൾ. ഈ കമ്മീഷൻ ശ്രീ ഇമ്പിച്ച് ബാബയും ശ്രീ എം.എൻ. ഗോവിന്ദൻ നായരും വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ അതെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പോവുകയാണ് ചെയ്തത്.
അതിനുശേഷം വന്നവരെല്ലാം തന്നെയും ആ കമ്മീഷന്റെ ബഹുഭൂരിപക്ഷം സ്വന്തം പാക്കറ്റിൽ നിറയ്ക്കുകയാണ് ചെയ്തത്. അതിൽ നിന്ന് വ്യത്യസ്തമായി ശ്രീ മാത്യു തോമസ് ഗതാഗത വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോഴാണ് ബസ് വാങ്ങുന്നതിനുള്ള കമ്മീഷൻ തനിക്ക് വേണ്ട, അത് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ തന്നെ നൽകിയാൽ മതി എന്ന ഒരു തീരുമാനം അദ്ദേഹം എടുക്കുകയും അത് അദ്ദേഹം നടപ്പാക്കുകയും ചെയ്തു. പിന്നെ ഇങ്ങോട്ട് ലഭിക്കുന്ന കമ്മീഷനുകളെല്ലാം എങ്ങോട്ട് പോകുന്നു, എവിടെ പോകുന്നു, ഏത് ബക്കറ്റിൽ പോകുന്നു എന്നതിനെ കുറിച്ചൊന്നും വ്യക്തതയില്ല. അത് ഉടനെയൊന്നും കരകയറാൻ പോകുന്നുമില്ല. ഈ നഷ്ടം ഉടനെയൊന്നും പല പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നെങ്കിലും കഴിഞ്ഞ മന്ത്രിസഭയിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ഗതാഗത വകുപ്പ് രണ്ട് മന്ത്രിമാരാണ് രണ്ട് കാലഘട്ടങ്ങളിലായി കൈകാര്യം ചെയ്തിരുന്നത്. ശ്രീ ആന്റണി രാജുവും ശ്രീ ഗണേഷ് കുമാറും. അവർ രണ്ടുപേരും പല പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നെങ്കിലും കുറേയൊക്കെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞുവെങ്കിലും KSRTയുടെ സാമ്പത്തിക ബാധ്യതയിൽ വലിയ കുറവൊന്നും വന്നിട്ടില്ല. ഇപ്പോഴാ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് 2 പ്രാവശ്യം കേരളത്തിലെ പ്ലാനിംഗ് ബോർഡ് അംഗമായിരുന്ന എന്റെ സുഹൃത്ത് ശ്രീ CP ജോണാണ്. അദ്ദേഹം അത് കാര്യക്ഷമമായി ആ വകുപ്പ് ഭരിക്കുമെന്നും കാര്യക്ഷമമായ ചില പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുമെന്നും പ്രതീക്ഷിക്കാം. ഇപ്പൊ ഇതെല്ലാം പറഞ്ഞുകൊണ്ട് വരുമ്പോൾ കേരളത്തിലുണ്ടാകുന്ന ഈ കടങ്ങൾ, ഇത്രയും ഭീമമായ കടം, ഇതെങ്ങനെയാണ് നികത്താൻ കഴിയുക? പുതിയ പദ്ധതികൾക്ക് വേണ്ടുന്ന പണം എവിടെ നിന്നാണ് കണ്ടെത്തുക? ഇതെല്ലാം വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. പദ്ധതിക്ക് പണമില്ല. അതുപോലെ തന്നെ പല പദ്ധതികളും ഏറ്റെടുത്ത് നടത്തിയ കിഡ്ഫി എന്ന് പറയുന്ന സ്ഥാപനം, ആ സ്ഥാപനത്തിന് കൊടുക്കാനുള്ള കോടിക്കണക്കിന് രൂപ, ഊരാലങ്കൽ സൊസൈറ്റിക്ക് കൊടുക്കാനുള്ള കോടിക്കണക്കിന് രൂപ, അതുപോലുള്ള മറ്റു ചില കരാറുകാർക്ക് കൊടുക്കാനുള്ള കോടിക്കണക്കിന് രൂപ, ഇതെല്ലാം എങ്ങനെയാണ് കൈകാര്യം ചെയ്യുക എന്നുള്ളത് അതൊരു വല്ലാത്ത അവസ്ഥയിലാണ് ഗതാഗത വകുപ്പ് മന്ത്രിയുടെ മുന്നിൽ നിൽക്കുന്നത്. അതുപോലെ തന്നെ മറ്റു ചില സ്ഥാപനങ്ങൾ അനാവത്ത് ചെലവുകൾ, തൂർത്തുകൾ, ഇവിടെ മാർക്കറ്റിൽ മീൻ വാങ്ങാൻ പോകുന്നതടക്കം, സിനിമയ്ക്ക് മന്ത്രിയുടെ കുടുംബാംഗങ്ങൾ സിനിമയ്ക്ക് പോകുന്നതടക്കം സർക്കാർ വക വാഹനത്തിലാണ്. കേരള സർക്കാരിന്റെ ബോർഡ് വെച്ച കാറുകളിലാണ് പോകുന്നത്. അതോടൊപ്പം തന്നെ മന്ത്രിമാരുടെ ടൂറുകൾ, മന്ത്രിമാർ എന്തിനാണ് ഈ കൂടെ ദുബായിൽ പോകുന്നത് എന്ന കാര്യത്തെ കുറിച്ച് വ്യക്തതയില്ല. അതുപോലുള്ള മറ്റു ചില അനാമത്ത ചിലകൾ പരമാവധി കുറച്ചുകൊണ്ടുവരിക. മോൾ തട്ടിലുള്ളവരുടെ ശമ്പളത്തിൽ വർധനവ് തൽക്കാലം മരവിപ്പിക്കുക. ശമ്പള പരിഷ്കാര കമ്മീഷൻ 10 വർഷത്തിൽ ഒരിക്കലേ ഉണ്ടാവൂ എന്ന് ഈ തവണപ്പത്രത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അത്രയും നല്ലത്. അതുപോലെ തന്നെ ഒരേ സ്വഭാവമുള്ള കോർപ്പറേഷനുകൾ, ബോർഡുകൾ, ഇത് സംയോജിപ്പിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുക. ആവശ്യമില്ലാത്ത ബോർഡുകളും കോർപ്പറേഷനുകളും പിരിച്ചുവിടുന്നതിനെ കുറിച്ച് ആലോചിക്കുക. പല ബോർഡുകളും പല കോർപ്പറേഷനുകളും വെള്ളാനകളാണ്. അതുകൊണ്ട് ജനങ്ങൾക്ക് വലിയ പ്രയോജനങ്ങളൊന്നുമില്ല. ചില നേതാക്കന്മാരെ അക്കോമഡേറ്റ് ചെയ്യുന്നതിനും ചില ഘടകകക്ഷികളെ അക്കോമഡേറ്റ് ചെയ്യുന്നതിനും വേണ്ടിയാണ് ഇത്തരം ബോർഡുകളും കോർപ്പറേഷനുകളും നിലനിർത്തിക്കൊണ്ടു പോകുന്നത്. അതെല്ലാം തുടർന്നുകൊണ്ട് പോകണോ വേണ്ടേ എന്ന് മന്ത്രിസഭ, ആ മന്ത്രിസഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം വളരെ കാര്യക്ഷമമായും സുതാര്യവുമായും ആലോചിച്ച് ഇത്രയും കടം ജനങ്ങളുടെ തലയ്ക്ക് മേൽ കെട്ടിവെക്കാതെ പരമാവധി സാമ്പത്തിക ബാധ്യതകൾ എത്രത്തോളം കുറച്ചു കൊണ്ടുവരാമോ അത്രത്തോളം കുറച്ചു കൊണ്ടുവന്ന് ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട്
അതുപോലെ തന്നെ വികസന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ മാത്രം നടത്തിക്കൊണ്ട് അനാവത്തായ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒഴിവാക്കിക്കൊണ്ടും മോടി പിടിപ്പിക്കൽ സംവിധാനം തൽക്കാലം നിർത്തിവെച്ചുകൊണ്ട് മന്ത്രിമാരുടെ വീടായാലും ഓഫീസുകളായാലും അവിടെയെല്ലാം മോടി പിടിപ്പിക്കൽ, പുതിയ AC കൾ വാങ്ങിച്ചു കൂട്ടുക, പുതിയ കാറുകൾ വാങ്ങിക്കൂട്ടുക, പുതിയ വാഹനങ്ങൾ വാങ്ങിക്കൂട്ടുക, ഇതെല്ലാം പരമാവധി ഒഴിവാക്കണമെന്നും നിയന്ത്രിക്കണമെന്നും തൂർത്ത് പരമാവധി നിയന്ത്രിക്കണമെന്നും ചെലവുകൾ പരമാവധി നിയന്ത്രിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്നാണ് ഈ അഭിപ്രായത്തിൽ ഈ സാഹചര്യത്തിൽ കേരളത്തിന് പറയാനുള്ളത്.